അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം 12:15. ഇനി ഈ ഉച്ചയുടെ അവസാനത്തെ സെഷനാണിത്. കുറേ സമയമായി നമ്മൾ ഇരിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കാം. ഉസ്താദുമാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. നിങ്ങളൊന്നേ അനുസരിച്ചിട്ടുള്ളൂ. എഴുന്നേറ്റിരിക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലേ? മനസ്സിലാവുന്നുണ്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, എന്നക്കും ഓക്കെ അല്ലേ? മാഷാ അല്ലാഹ്. ഇബ്ലീസ് അത് മനസ്സിലാവുന്നുണ്ടോ നോക്കിയതാ, വേറൊന്നുമല്ല. അപ്പോൾ മാഷാ അല്ലാഹ്. ഇജ്ലിസ്. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഉത്തമ സമുദായത്തിനോട് ഒരു മുഅല്ലിമായ നാം കാണിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത നമ്മളൊരു യഥാർത്ഥ മുഅല്ലിമാവുക എന്നത് തന്നെയാണ്. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സ്വീകരിക്കുന്ന നല്ല മുഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇന്നി ബുഇസ്തു മുഅല്ലിമ, എന്നെ മുഅല്ലിമായിട്ടാണ് തീർച്ചയായും നിയോഗിക്കപ്പെട്ടത്, മുഅല്ലിമായിട്ട് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു യഥാർത്ഥ മുഅല്ലിമായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല, നേരെ ചില കാര്യങ്ങൾ പറയാം. ഇത് പറയുന്നത് കൊണ്ട് കേൾക്കുന്നവരെക്കാൾ കൂടുതൽ പറയുന്നവൻ അള്ളാഹു ഉപകാരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹിൻ്റെ ദുനിയാവിലെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യുന്ന ഏറ്റവും നല്ല ജോലി അല്ലെങ്കിൽ ഏറ്റവും നല്ല സേവനം അധ്യാപനം തന്നെയാണ്, അല്ലേ? എന്നാൽ എല്ലാ അധ്യാപനവും അല്ല, എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമും അല്ല, എല്ലാ അറിവ് പകർന്നു കൊടുക്കലും അല്ല, മറിച്ച് മുഅല്ലിമീങ്ങളായ നാം ചെയ്യുന്ന അമൽ. അതെന്തുകൊണ്ടാണെന്നറിയോ? നാം പറഞ്ഞു കൊടുക്കുന്നത് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ച അറിവുകളൊന്നുമല്ല. നാം പറഞ്ഞു കൊടുക്കുന്നത് ഏതെങ്കിലും കഥകളൊന്നുമല്ല. നാം വിദ്യാർത്ഥികളുടെ ഹൃദയാന്തരങ്ങളിൽ പകർന്നു കൊടുക്കുന്നത് വഹീൻ്റെ വിജ്ഞാനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം വലിയ കാര്യമാണ് നൽകുന്നത്. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, വഹീൻ്റെ വിജ്ഞാനമാണ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരുടെ മനസ്സിൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ, ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കാണ്, ഒരാഴ്ച മുമ്പ് ഒരു സദർ ഉസ്താദ്, അതും 13 കൊല്ലം സേവനം ചെയ്തൊരു ഉസ്താദ് ഒരു മദ്രസയിൽ, അദ്ദേഹം പറയാണ്, ഈ 13 കൊല്ലത്തിനിടയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നറിയോ, പക്ഷെ അതിൻ്റെ റിസൾട്ടൊന്നും കുട്ടികളിൽ കാണുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന്. അതിൻ്റെ കാരണം എന്തോ ആയിക്കോട്ടെ, പക്ഷേ പലപ്പോഴും റിസൾട്ട് കാണാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? ഇത് വഹീൻ്റെ വിജ്ഞാനമാണ്. അത് പകർന്നു കൊടുക്കുന്ന ആൾ ആരിൽ നിന്നാണോ ഇയാൾക്കിത് കിട്ടിയതെങ്കിൽ ആ വ്യക്തിയുടെ, ആ ഉസ്താദിൻ്റെ പൊരുത്തം നമുക്കുണ്ടാവണം. പൊരുത്തത്തോട് കിട്ടിയ സാധനമാണെങ്കിൽ അത് പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചില പ്രഭാഷകന്മാരെല്ലാം കണ്ടിട്ടില്ലേ, വയല് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വല്ല സംഭവമൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ചില ആളുകളോ വലിയ പണ്ഡിതന്മാരും വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും പറയാം, പക്ഷെ അതൊന്നും ഹൃദയത്തിൽ അങ്ങ് എഫക്റ്റ് ആവണമെന്നില്ല. എന്നാൽ ചില ഉസ്താദുമാർ, ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ചില ഉസ്താദുമാർ അവർ വർഷങ്ങളോളം പല വിപ്ലവാത്മകമായ പലതും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ വലിയ റിസൾട്ടൊന്നും കാണൂല. പ്രത്യേകിച്ച് മദ്രസയിൽ അവനവൻ്റെ മുന്നിൽ ദിവസവും മണിക്കൂറുകളോളം ഇരിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു മാറ്റത്തിൻ്റെ അലയൊലി ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണങ്ങൾ ഒരുപാടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അവനവൻ്റെ ഉസ്താദുമാരുടെ പൊരുത്തമില്ലാതെയാണ്, അല്ലെങ്കിൽ പൊരുത്തക്കേട് സമ്പാദിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങുന്നതെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല, അതിന് എഫക്റ്റ് ഉണ്ടാവില്ല. യെസ് ഓർ നോ? യെസ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അനിവാര്യമായ ഒന്ന്, അവനവൻ്റെ ഉസ്താദ് അഥവാ നമ്മൾ ആരിൽ നിന്നാണോ വിജ്ഞാനം പഠിച്ചത്, ആ നേരത്തെ തങ്ങളവറുകൾ പറഞ്ഞല്ലോ, അതിങ്ങനെ സനത് അങ്ങത്തോളം എത്തണം. അത് സനത് മുറിഞ്ഞു പോവാത്ത രീതിയിൽ
അല്ലെങ്കിൽ പിഴച്ചു പോവാത്ത രീതിയിൽ നല്ല ഉസ്താദുമാരിൽ നിന്ന് നേടിയിട്ടുണ്ടാവും. പക്ഷെ ആ ഉസ്താദിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വല്ലതും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഉസ്താദ് പഠിപ്പിച്ച് തന്ന അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതത്ര വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ശംസുൽ ഉലമ തൻ്റെ 21-ാമത്തെ വയസ്സിൽ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിലേക്ക് പോയി. അവിടെ പ്രഗത്ഭനായൊരു മുദരിസ് ഉണ്ട്, ഒരു ഹസറത്ത് ഉണ്ട്, വലിയ പണ്ഡിതനാണ്. പക്ഷെ ആ ഉസ്താദിൻ്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ പെട്ടെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് മറുപടി പറയാനുള്ള വാക്സാമർത്ഥ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിന്തിച്ചും ആലോചിച്ചുമൊക്കെയാണ് മറുപടി പറയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികൾ ഉസ്താദിനെ അടങ്ങേറാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും, വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കും. ഉസ്താദിന് മറുപടി പെട്ടെന്ന് പറയാൻ കഴിയാതെ പ്രയാസപ്പെടും. ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ശംസുൽ ഉലമ ആ ഉസ്താദിൻ്റെ അരികെ ചെന്ന് പോയിട്ട് പറഞ്ഞു പോലും, ഉസ്താദെ, അതോ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഉസ്താദെ അങ്ങ് സമ്മതം തരികയാണെങ്കിൽ, നമ്മൾ ശരിക്കും അതൊന്ന് ആലോചിച്ച് നോക്കണേ, അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ഇനി ഈ ക്ലാസ് റൂമിൽ നിന്ന് ആര് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ മറുപടി പറയാം എന്ന്. ഉസ്താദ് പറഞ്ഞു സമ്മതം തന്നിരിക്കുന്നു എന്ന്. അന്ന് മുതൽ ആ ക്ലാസ് റൂമിൽ വെച്ച് ആര് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ശംസുൽ ഉലമ മറുപടി പറയാം. ഉസ്താദിനത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ഈ പ്രായമുള്ള ഈ ഹസരത്ത് ഉസ്താദ് ശംസുൽ ഉലമ എന്ന വിദ്യാർത്ഥിയെ തൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ആ ശംസുൽ ഉലമ എന്ന വിദ്യാർത്ഥിയുടെ തലയിൽ കൈവച്ചിട്ട് ആ ഉസ്താദ് പറഞ്ഞു പോലും, അള്ളാഹു മോനെ അനുഗ്രഹിക്കട്ടെ. ഈ സംഭവം പറഞ്ഞിട്ട് ശംസുൽ ഉലമ തൻ്റെ വിദ്യാർത്ഥികളോട്, അന്ന് ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജാമിയ അസ്ഹരിയ അറബി കോളേജിലെ പ്രിൻസിപ്പാളാണ് ഈ വിഷയം നമ്മളോട് പറയണത്. അന്ന് ശംസുൽ ഉലമ പറഞ്ഞത്രേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വളർച്ചയും പുരോഗതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഉസ്താദുമാരുടെ പൊരുത്തം കൊണ്ടാണ്. അവനവൻ്റെ ഉസ്താദിൻ്റെ പൊരുത്തം. നമ്മളിപ്പോൾ വലിയ പ്രായം ചെന്ന ഉസ്താദുമാർ ഈ കൂട്ടത്തിലുണ്ടാവും, വലിയ മുദരീസുമാർ അല്ലെങ്കിൽ വേറെ പല സദുർസ്താദുമാർ തന്നെ പല തരത്തിലുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. എന്നാലും അവനവൻ്റെ ഉസ്താദുമാരുടെ പൊരുത്തം നേടിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ ഈ കൊടുക്കുന്നതിനൊന്നും ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഒരു ദിവസം കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടുകാർ വന്നു, മോനെ കാണുന്നില്ല, പഠിക്കാൻ വേണ്ടി പോയതാ, ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഉസ്താദ് ദ്വാരുന്നത്രേ, ഹൈറാണെങ്കിൽ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ ഈമാനോടെ മരിക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ദ്വാരുന്നു. മൂപ്പര് തിരിച്ചുപോയി. പെട്ടെന്ന് കണ്ണിയത്ത് ഉസ്താദ് ആ തിരിച്ചു പോകുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ബേജാറാകണ്ട, ഒരാഴ്ചക്കുള്ളിൽ മോൻ വരുമെന്ന് പറഞ്ഞു. 6ാമത്തെ ദിവസമാകുമ്പോഴേക്ക് ആ മോൻ തിരിച്ചു വന്നു. ചില വാക്കുകളാണ്, നാവിൽ നിന്ന് വരുന്ന ചില വർത്തമാനങ്ങൾ. ഈ കണ്ണിയത്ത് ഉസ്താദ് അതൊക്കെ ആ ഉസ്താദുമാരുടെ പൊരുത്തം നേടിയവരാണ്. ഈ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പട്ടിക്കാട് ജാമിയ നൂര അറബി കോളേജിൽ പഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞെന്ന 2 സംഭവങ്ങളുണ്ട്. ഒരു ദിവസം കണ്ണിയത്ത് ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. ഫൈസി വിരുദ്ധമുള്ള ഒരുപാട് ഉസ്താദുമാർ ഈ കൂട്ടത്തിലുണ്ടാവും. പട്ടിക്കാട് കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് വന്നു. കണ്ണിയത്ത് ഉസ്താദ് വന്ന ഉടനെ എല്ലാവരും കിതാബ് തുറന്നു വെച്ചു. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ് എല്ലാവരും കിതാബ് പൂട്ടി വെക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കിതാബ് പൂട്ടി വെച്ചു. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് എനിക്ക് അലിഫ് പഠിപ്പിച്ച് തന്നത് എൻ്റെ അയൽപക്കത്തുള്ളൊരു ഉമ്മാമയായിരുന്നു. ഇന്ന് കണ്ണിയത്ത് ഉസ്താദ് പ്രയോഗിച്ച പ്രയോഗം ഉമ്മാമ എന്നല്ല, മൊല്ലാച്ചി എന്നായിരുന്നു. എനിക്ക് അലിഫ് പഠിപ്പിച്ച് തന്നത് അയൽപക്കത്തുള്ളൊരു മൊല്ലാച്ചിയായിരുന്നു. ആ ഉമ്മാമ മരിച്ചതിൻ്റെ ആണ്ടുദിനമാണിന്ന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു യാസീനോദൂ എന്ന്. അങ്ങനെ എല്ലാവരും, നമ്മൾ ഉസ്താദ് അടക്കം എല്ലാവരും യാസീനോദി പൂർത്തിയായതിനു ശേഷം കണ്ണിയത്ത് ഉസ്താദ് കൈ ഉയർത്തിയിട്ട് കുറേ നേരം ദുആയിരുന്നു. സാധാരണ കുറഞ്ഞ സമയം കൊണ്ട് ദുആ അവസാനിപ്പിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് അന്ന് ദീർഘമായി ദുആ ചെയ്തു. അന്ന് സത്യത്തിൽ ക്ലാസ് പോലും മര്യാദയ്ക്ക് എന്തായില്ല, നടന്നില്ല എന്നാണ്. ഈ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികൾ പരസ്പരം പറഞ്ഞു പോലും, ഇന്നത്തെ ക്ലാസ് മൊല്ലാച്ചി കൊണ്ടുപോയി എന്ന്. ഇന്നത്തെ ക്ലാസ് മൊല്ലാച്ചി കൊണ്ടുപോയി എന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താ അറിയോ? ദർസിൽ കൊല്ലങ്ങളോളം കിതാബ് ഓതി തന്ന ഉസ്താദിൻ്റെ ആണ്ട് ദിനമല്ല ഓർത്തത്.
മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിൻ്റെ ആണ്ട് തന്നെയല്ല ഓർത്തത്, അയൽപക്കത്തുള്ള ഒരു ഉമ്മാമ അലിഫ് പഠിപ്പിച്ചു കൊടുത്തു എന്ന ഒരൊറ്റ കാരണത്താൽ ആ ഉമ്മാമ എന്ന ഉസ്താദിനെ പോലും ആദരിക്കാനും ബഹുമാനിക്കാനും പൊരുത്തം നേടാനും ആ ഉമ്മാമയുടെ പൊരുത്തം നേടാനുള്ള പ്രവർത്തനങ്ങളും ചെയ്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഇതേ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മറ്റൊരു സംഭവം പറയുന്നത്, അന്ന് പട്ടിക്കാട് ജാമിയ നൂർ അറബി കോളേജിൽ ഇൻ്റർവ്യൂ നടക്കുന്ന സമയം. നമുക്കറിയാലോ, 100 കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ വരും. അതിൽ ഇൻ്റർവ്യൂ നടത്തി ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെയാ തിരഞ്ഞെടുക്കുക. ഇൻ്റർവ്യൂ തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് കണ്ണിയത്ത് ഉസ്താദ് ബാക്കിയുള്ള ഉസ്താദുമാരോട് പറഞ്ഞു പോലും, ഇപ്രാവശ്യം ഇൻ്റർവ്യൂ വേണ്ട. ഇപ്രാവശ്യം ഇൻ്റർവ്യൂ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചു, അല്ല ഉസ്താദെ, ഇൻ്റർവ്യൂ ഇല്ലാതെ എങ്ങനെയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ? അന്നേരം കണ്ണിയത്ത് ഉസ്താദ് സങ്കടത്തോടെ പറഞ്ഞു പോലും, ഇപ്രാവശ്യം ഇൻ്റർവ്യൂവിന് വേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ എനിക്ക് കിതാബോധി തന്ന എൻ്റെ ഉസ്താദിൻ്റെ മോനും വന്നിട്ടുണ്ട്. അപ്പം ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവനെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ എനിക്ക് കിതാബോധി തന്ന ഉസ്താദിൻ്റെ മോനെ മടക്കി അയക്കേണ്ടി വരൂലേ? അത് ഓർത്തുകൊണ്ടാണ് ഇൻ്റർവ്യൂ വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്ന് തൻ്റെ ഉസ്താദുമാരോടുള്ള അദബിൻ്റെയും വിനയത്തിൻ്റെയും ആദരവിൻ്റെയും പൊരുത്തത്തിൻ്റെയും ആഴം എത്രയാണ് എന്ന് ഈ 2-3 സംഭവങ്ങളിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾക്ക് എഫക്റ്റ് ഉണ്ടാവണം. നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്തത്തിലാവണം നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്തത്തിലാവണം നമ്മൾ. ആ പൊരുത്തക്കേട് സമ്പാദിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ഈ വിഷയം നമ്മുടെ വിദ്യാർത്ഥികൾക്കും പകർന്നു കൊടുക്കണം. മിക്കവാറും മദ്രസകളിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സദറുസ്താദുമാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സദറുസ്താദ് പറഞ്ഞതാണ്, ഒരു അദബില്ല എന്ത് പറഞ്ഞിട്ടോ അദബില്ല എന്ന്. അദബ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്, നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്, അതിനുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അദബ് കേട് സമ്പാദിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഇതിൻ്റെ അദാബ് അനുഭവിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക. മഹാനായ മുഹമ്മദ് മുസ്തഫ, ഏറ്റവും വലിയ മുഅല്ലിമ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിതങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അതിൽ ഒരാൾ ഇടത്തേ കൈ കൊണ്ട് തിന്നുണ്ട്. ഉടനടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൽ ബിയമീനിക്, നിങ്ങളുടെ വലത്തേ കൈ കൊണ്ട് തിന്നണമെന്ന്. അപ്പോൾ ഇടത്തേ കൈ കൊണ്ട് തിന്നുന്ന ആൾ പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞു. ഉടനടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ കഴിയാതിരിക്കട്ടെ എന്ന്. അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ മുഅല്ലിമിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കാണ് എന്നാൽ കഴിയാതിരിക്കട്ടെ എന്ന്. ആ ഹദീസിൻ്റെ അവസാനത്തിൽ കാണാം, ആ മനുഷ്യൻ്റെ വലത്തെ കൈ മരണം വരെ വായയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന്. ആ കൈ അങ്ങ് തളർന്നു പോയത്രേ. ഇനി ഉസ്താദിൻ്റെ നാവെന്ന് പൊരുത്തക്കേടുള്ള വാക്ക് വരണമെന്നില്ല, ഉസ്താദിൻ്റെ മനസ്സ് വേദനിച്ചാലും ഗുരുതരമാണ് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ, അല്ല നമ്മൾ ബോധ്യപ്പെടാൻ നമുക്ക് സാധ്യമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവരും ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ 2 മുൻകൈയും കഴുകണേ എന്ന്. അന്നേരം സ്വഹാബത്ത് സംശയം ചോദിച്ചു, അല്ല നബിയെ, ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ എന്തിനാ മുൻകൈ കഴുകേണ്ട ആവശ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉറക്കത്തിനിടയിൽ നിങ്ങളെ കൈ എവിടെയാ പോയതെന്നറിയില്ലല്ലോ. അതിനിടയിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അഥവാ സ്വഹാബികളാണെന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാൾ നബി തങ്ങളോട് ഉടനടി പറഞ്ഞത്ര, നബിയെ, ഉറക്കത്തിനിടയിൽ എൻ്റെ കൈ എവിടെയാ പോയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് കൈ കഴുകാനൊന്നും എന്നെ കിട്ടൂല. ധിക്കാരം പറയാൻ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയോ? ആ ഹബീബിൻ്റെ മനസ്സ് വേദനിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ എല്ലാവരും ഉറക്കിൽ നിന്ന് ഉണരുന്ന നേരം ഈ മനുഷ്യന് മാത്രം എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കാരണം ഉറക്കത്തിനിടയിൽ അയാളുടെ വലത്തെ കൈ അയാളുടെ മലദ്വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അയാൾ വീട്ടുകാരുടെ മുന്നിൽ വഷളായി, നാട്ടുകാരുടെ മുന്നിൽ വഷളായി, സ്വഹാബത്തിൻ്റെ മുന്നിൽ വഷളായി, ഇപ്പോൾ നമ്മുടെ മുന്നിലും വഷളായി. എന്ന് വെച്ചാൽ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദിൻ്റെ മനസ്സ് വേദനിച്ചു പോയാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നതിൻ്റെ യാഥാർത്ഥ്യമാണ്. അദബ് ചിലതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയും വരും. ഇങ്ങനെയാണ് അദബ് എന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കളെ അദബുള്ള മക്കളാക്കി മാറ്റട്ടെ. അപ്പോൾ ഈ ദുനിയാവിൽ
ഏറ്റവും നല്ല ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏറ്റവും നല്ല സേവനം ചെയ്യുന്നവർ നമ്മളാണ്. കാരണം അള്ളാഹുവിൻ്റെ ആ വഹി അതാണ് നമ്മളിങ്ങനെ പകർന്നു കൊടുക്കുന്നത്. മാത്രമല്ല ഈ ദുനിയാവിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിഭാഗം അതും നമ്മൾ തന്നെയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരായിരിക്കും? അത് നമ്മൾ തന്നെ ആയിരിക്കും. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വൃത്തിയിൽ നടക്കുന്നവർ നമ്മളായിരിക്കും. ഏറ്റവും എനർജറ്റിക്കായി ജീവിക്കുന്നവർ നമ്മളായിരിക്കും. പക്ഷേ ഈ ആദരവ് നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാവർക്കും നമ്മളോട് ആദരവാണ്. നിങ്ങളറിയോ, ശരിക്കും പുത്തൻവാദികൾക്കൊരു അജണ്ടയുണ്ട്. ഈ സുന്നികൾ ഇത്രയും ഇങ്ങനെ ശക്തമായി നിലനിൽക്കുന്നത് ഈ ഉസ്താദുമാരുടെ പിന്നിൽ നിന്നുകൊണ്ടാണ്. അല്ലെങ്കിലും നമ്മളിപ്പോൾ സമസ്തയിൽ ഉറച്ചു നിൽക്കുന്നത് എന്ത് കണ്ടിട്ടാ? കുറേ കൊട്ടാരം പോലത്തെ കെട്ടിടങ്ങൾ കണ്ടിട്ടാണോ? അല്ലല്ലോ. നമുക്കെല്ലാം പറയുന്നൊരു മറുപടി എന്താ? നമ്മുടെ ഉസ്താദുമാരുടെ ജീവിതം കണ്ടിട്ടാണ് ഈ സമസ്തയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് എന്ന്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ഇപ്പം നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? കുട്ടികളോട് ചോദിക്കില്ല എന്തുകൊണ്ട് സമസ്തയുടെ പിന്നാലെ നിൽക്കുന്നു? സമസ്തയുടെ ആലിമീങ്ങളുടെ ജീവിത പരിശുദ്ധിയാണ്, അതുകൊണ്ടാണ് ഇതിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന്. ആ ആദരവ് നഷ്ടപ്പെടുത്തണം. പുത്തൻവാദികൾ ആ അജണ്ടയിൽ ഇറങ്ങി പുറപ്പെടുകയാണ്. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉസ്താദുമാരെ വഷളാക്കാൻ പറ്റുന്ന എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടോ അതൊക്കെ പർവ്വതീകരിച്ച് വീഡിയോകളും സീരീസുമായിട്ട് അതിങ്ങനെ മുന്നോട്ട് പോകും. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഉസ്താദുമാരോടുള്ള ആദരവ് വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സുന്നത്ത് ജമാഅത്ത് ഇവിടെ തകർക്കാൻ കഴിയുമെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിനവർ കൃത്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത പേരിൽ പല ആളുകളും അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല മാധ്യമം സോഷ്യൽ മീഡിയയാണ്, യൂട്യൂബ് വീഡിയോകളാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എത്ര വീഡിയോകളാണ് നിങ്ങളൊക്കെ അനുഭവിക്കുന്നതല്ലേ. ഓരോ വീഡിയോകൾ കാണുമ്പോഴും സങ്കടപ്പെടും. നമുക്ക് തന്നെ ആലോചിച്ചോ, പഠിച്ചോൻ ഇതൊക്കെ എത്രയോ ചെറിയ കാര്യമാണല്ലോ, ഇത് ഇത്ര വിപുലീകരിച്ച് ഇത്ര പർവ്വതീകരിച്ച് എന്തിനാണ് ഇങ്ങനെ വഷളാക്കുന്നത് എന്ന് ഈ സാധാരണക്കാരായ ആളുകൾ ഈ വീഡിയോകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഉസ്താദുമാരോടുള്ള ബഹുമാനം നഷ്ടപ്പെടാൻ അതൊരു കാരണമാവും. അത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മോടുള്ള ആദരവ് നഷ്ടപ്പെടുത്തുന്ന യാതൊരു പ്രവർത്തനവും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഒന്ന് സൂക്ഷിച്ചാൽ നമുക്ക് നല്ലതാണ്. എത്രത്തോളം എന്നറിയാം, പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും പറയാം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നീണ്ട ക്യൂ. കണ്ണിയത്ത് ഉസ്താദ് വോട്ട് ചെയ്യാതെ തിരിച്ചു വന്നു. അപ്പം പറഞ്ഞു, എന്താ വോട്ട് ചെയ്യാതെ എന്താ തിരിച്ചു വന്നേന്ന്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഭയങ്കര തിരക്കാണ്. ഈ തിരക്കിനിടയിൽ ഞാൻ അവിടെ പോയിട്ട് ക്യൂ നിന്നാൽ അതെൻ്റെ മുറുവത്തിന് കോട്ടം വരും, അപ്പം ഞാൻ അങ്ങനെ ക്യൂ നിന്നിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ അതൊരു മുറുവത്തിന് മോശമല്ലേ. ഞാൻ നിൽക്കൂല, തിരക്കെല്ലാം കഴിയട്ടെ എന്നിട്ട് വോട്ട് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ട് ആ സൂക്ഷ്മതയുടെ ആഴെത്രയാണ്. അതിനേക്കാൾ അപ്പുറം ഇനി എന്താ പറയാനുള്ളത്? അതിനേക്കാൾ അപ്പുറം പിന്നെ എന്താ ഇനി പറയാനുള്ളത്? എൻ്റെ മുറുവത്തിന് കോട്ടം പറ്റൂല, ഇങ്ങനെ ക്യൂ നിന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. അത് അത്രയും ആഴത്തിലാണ് പറയുന്നത്. അപ്പം അത്രത്തോളം സൂക്ഷ്മത ആ വിഷയത്തിൽ അവർ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ ഓരോന്ന് ഒപ്പിയെടുക്കുന്ന കാലമാണിത്. എൻ്റെ പരിചയത്തിലുള്ളൊരു 2 ചങ്ങാതിമാർ പറഞ്ഞ 2 ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. വയലിനെല്ലാം പോകുന്നതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ വേഗം കിട്ടും. ഒരു ചങ്ങായി പറയാണ്, ഉസ്താദെ ഞാനിപ്പോൾ വയലെല്ലാം കേൾക്കലും നിർത്തിയെന്ന്. ഞാൻ ചോദിച്ചത് എന്തേന്ന്. അപ്പോൾ അദ്ദേഹം ഒരാളെ പേര് പറഞ്ഞു. ആളെ പേരൊന്നും ഞാൻ പറയില്ല, വലിയ പ്രഭാഷകനാണ്. അയാൾ പറയണം, എനിക്ക് അയാളെ വലിയ ഇഷ്ടമാണ്, അയാളെ വയൽ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോകും, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു ദിവസം ഇയാളെ നാട്ടിൽ തന്നെ ആ പ്രഭാഷകന് വയലിന് വേണ്ടി വന്നു. അങ്ങനെ വയലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കുടിക്കുന്ന സമയത്തുണ്ട് നിന്നിട്ട് വെള്ളം കുടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഈ ചങ്ങാതി പറഞ്ഞു, അതോടുകൂടി ഞാൻ എഴുന്നേറ്റ് വന്നു. കാരണം എൻ്റെ മനസ്സിലുള്ള ഈ ഉസ്താദിൻ്റെ ഒരു ചിത്രമുണ്ട്, നേരെ വിപരീതമാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, അതുകൊണ്ട് ഞാൻ പോവാണ്. പിന്നെ അയാൾ പറയാം, എനിക്ക് ആ വയൽ കേൾക്കുന്ന എല്ലാ താല്പര്യം പോയി. വേറൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇതേപോലെ വയൽ പറയുന്ന ഒരു ഉസ്താദിനെ തന്നെ ഇഷ്ടമാണത്രേ, പക്ഷെ ആ ഉസ്താദിനോട് ഇഷ്ടമല്ല, ഇപ്പം പോയി. ഞാനിപ്പോൾ ആ ഉസ്താദിൻ്റെ ഫാനല്ല, വേറെ ഉസ്താദിൻ്റെ ഫാനാന്നുള്ള ഡയലോഗാണ് പറഞ്ഞത്. പക്ഷെ അവൻ ആ ഉസ്താദിനെ ഒഴിവാക്കാനുള്ള കാരണം പറഞ്ഞാൽ എന്താ അറിയാം? ഈ ഉസ്താദ് വരുന്നതും കാത്ത് വയലിൻ്റെ സദസ്സിൽ ഇങ്ങനെ നിന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്.
വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണ്. അത് അറിയാതെ ആയിപ്പോയതല്ല, അങ്ങനെ തന്നെയാണ് അത്ര അദ്ദേഹത്തിൻ്റെ പ്രകൃതി. അത് കണ്ണുകൊണ്ട് കണ്ട അന്ന് മുതൽ ആ ഉസ്താദിനോടുള്ള ബഹുമാനവും നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ചില ആളുകളുടെ മനസ്സിൽ നമ്മൾ വല്ല സംഭവമായിരിക്കും, പക്ഷെ നമ്മൾ വല്ല ആളായതുകൊണ്ടായിരിക്കില്ല, എന്തോ അള്ളാഹു അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള ചില നന്മകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആദരവ് നഷ്ടപ്പെടുത്തുന്നതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരു മദ്രസയിൽ പെട്ടെന്ന് ക്ലാസ് എടുക്കുന്നതിനിടയിൽ നമ്മുടെ കൂട്ടുകാരൻ കുട്ടികളോട് ചോദിച്ചു, ഇപ്പോൾ ആർക്കെങ്കിലും വുളു ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ആൺകുട്ടി മാത്രം എഴുന്നേറ്റുന്നു. അവൻ പറഞ്ഞു എനിക്ക് വുളു ഉണ്ട്. അന്നേരം അവനോട് ചോദിച്ചു, നീ വുളു എടുക്കാനുള്ള കാരണം എന്താണെന്ന്. അന്നേരം പറഞ്ഞു, നമ്മളെ പള്ളിയിലെ മുഅദ്ദിന്, ശരിക്കും പേര് പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയാം, വയനാട് ജില്ലയിലുള്ള കണ്ണൂരിലാണ് കുറേ കാലം ജോലി ചെയ്തത്. EC ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദ്, ഈ ചുക്കാൻ പറയാൻ, ആ ഉസ്താദ് എപ്പോഴും മദ്രസയിലേക്ക് വരുന്ന സമയത്ത് ആ പള്ളീൻ്റെ സൈഡിൽ ഹൗലിന്ന് വുളു എടുക്കുന്ന ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാനും എപ്പോഴും മദ്രസയിലേക്ക് വരുമ്പോൾ വുളു എടുക്കാറുണ്ട്. അപ്പോൾ ആളുകൾ, നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മളെ കേട്ടിട്ട് മാത്രമല്ല പഠിക്കുന്നത്, ബാക്കി കണ്ടിട്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബാധ്യത ഒന്ന് നമ്മളാവുക എന്നതാണ്. ബാക്കിയെല്ലാം പിന്നെയാണ്. കുറേ വിപ്ലവം രചിക്കലെല്ലാം ഉണ്ട്, പക്ഷെ അതൊക്കെ പിന്നെയാണ്. ആദ്യം നമ്മളാവുക. ഒന്ന് നമ്മളെ തന്നെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കൽബിലുള്ള ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, നഷ്ടപ്പെടുമോ ഇല്ലയോ പേടിയാവണം. നമ്മൾ വിചാരിക്കും നമ്മളങ്ങനെല്ലാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ. നിങ്ങളറിയോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കൂട്ടത്തിലെ ചില മുനാഫിഖുകളുടെ ലിസ്റ്റ് വേറൊരു സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തു. സ്വഹാബികളാണെന്ന് പറഞ്ഞിങ്ങനെ നടക്കും, പക്ഷെ സത്യത്തിൽ സ്വഹാബികളല്ല, മുനാഫിഖുകളാണ്. ഈമാനില്ലാതെ മരിച്ചു പോകേണ്ടി വരുന്ന മനുഷ്യന്മാരാണ്. അവരുടെ ലിസ്റ്റ് ഒരു സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തു. ഈ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഈ സ്വഹാബിയോട് ചോദിച്ചു, ആ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. സ്വഹാബി പറഞ്ഞു, തരൂല. ഉമറാണ് പറയുന്നത്, ആ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. എത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടും ആ സ്വഹാബി പറഞ്ഞു, ഈ ലിസ്റ്റ് വേറൊരാൾക്ക് ഞാൻ കൊടുക്കൂല, ഇത് റസൂലുള്ളാഹി എന്നെ ഏൽപ്പിച്ചതാ. ഈമാനില്ലാതെ മരിക്കേണ്ടി വരുന്ന മുനാഫിഖുകളുടെ പേരാ ഇതിലുള്ളത്. അപ്പോൾ ശാന്തനായി നമ്മളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി സ്വർഗത്തിൽ കൊട്ടാരം പണിതിട്ടുണ്ട്. ഈ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴികളിൽ നിന്ന് പിശാചുക്കൾ മാറി നിൽക്കും. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു വളരെ സമാധാനത്തിലും സാവധാനത്തിലും ഈ സ്വഹാബിയോട് ചോദിച്ചത്രേ, ആ ലിസ്റ്റ് ഈമാനില്ലാതെ മരിക്കുന്നവരുടെ പേരല്ലേ അതിലുള്ളത്? ആ പേര് കാണിച്ചു തരുന്നില്ലെങ്കിൽ കാണിച്ചു തരണ്ട, പക്ഷേ ആ ഈമാനില്ലാതെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ഉമറിൻ്റെ പേരുണ്ടോ, ഈ ഉമറിൻ്റെ പേരുണ്ടോ എന്ന്. അങ്ങനെ ജീവിച്ചവരാണവർ. നമ്മുടെ ജീവിതത്തിലും ആ ചില പേടികൾ നല്ലതാണ്. 4 തരത്തിലുള്ള പേടി നമ്മുടെ ജീവിതത്തിൽ വേണം. 4 തരത്തിലുള്ള പേടി. ആ പേടി പറയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്ന്. വിഷമമുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. കുറഞ്ഞ സമയമാണ്, ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും കൂടുതൽ സമയം എടുത്താലും വിഷമമുണ്ടോ? ഇല്ലേ? എത്രയും പെട്ടെന്ന് നിർത്താൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അന്നായിരുന്നു വേഗം നിർത്തിത്തരാം. നിങ്ങളെ മനസ്സിലിരിപ്പൊന്ന് പരിശോധിച്ചതാണ്. അവ വേഗം നിർത്തിത്തരാം. എന്തൊരു ആമീന, ഇത്രയും നിഷ്കളങ്കായിട്ട് ആ ഈമാൻ കിട്ടാൻ വിളിക്കുന്നതായിരുന്നിട്ടും ആമീൻ പറഞ്ഞിട്ടില്ല. വേഗം നിർത്താൻ വേണ്ടി ആമീൻ പറഞ്ഞു. അവ വേഗം നിർത്തിത്തരാം. 4 തരത്തിലുള്ള പേടി വേണം നമുക്ക്. ഒന്ന്, സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി. നാം ഈ ചെയ്യുന്ന അമൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കെന്താ ഈ ദുനിയാവിൽ നിന്ന് കിട്ടാനുള്ളത്? നമ്മൾ മുഅല്ലിമായി ജീവിച്ചു, സദറുസ്താദായി ജീവിച്ചു എന്ന് കരുതി എന്താ കിട്ടാനുള്ളത്? ശരിക്കും നമ്മൾ വേറെ ഏതെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയോ? അമ്മാതിരി കാഞ്ഞ ബുദ്ധിയല്ലേ നമുക്ക്. ബാക്കി നിങ്ങൾ ഊഹിച്ചെടുക്കണേ, ബാക്കി പദപ്രയോഗം നടത്താൻ കഴിയില്ല. അമ്മാതിരി ബുദ്ധിയാണ് നമുക്ക്. മന്ദിക്കും മുഖ്തസറിൽ ഓതി നിൽക്കുന്ന നമ്മളോട് അല്ലേ?
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, നമ്മളെ ബുദ്ധി എത്രയാണ്. നമ്മളെങ്ങാനും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല. ഈ വലിയ ബിസിനസ്സുകാരായ നമ്മളെ വിശ്വാസികളായ ആളുകളുണ്ട്, അവരോട് ചോദിച്ചാൽ മതി നിങ്ങളെ പഴയ കാലം എങ്ങനെയാണ്. പണ്ട് ഞാൻ കിതാബ് ഓതി എന്ന് പറയും. മിക്ക ആളുകളും പറയും ഞാൻ പണ്ട് ദർസിൽ കിതാബ് ഓതിന് 5 കൊല്ലം ഓതിന് പിന്നെ ആടുന്ന് പോയതാന്നെല്ലാം പറയും. ഈ കിതാബ് ഓതിയ മനുഷ്യന്മാർക്ക് നല്ല ബുദ്ധിയായിരിക്കും, നമ്മൾ ഉസ്താദ്മാർക്ക് പ്രത്യേകിച്ച് നല്ല ബുദ്ധിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബുദ്ധി ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ജോലിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമ്പാദിക്കാം. നമുക്കതിന് കഴിയാത്തത് കൊണ്ടാണോ, വഴിയില്ലാത്തത് കൊണ്ടാണോ? ശ്രമിച്ചാൽ 100,000 വഴികൾ നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് കുറഞ്ഞ ശമ്പളത്തിനാണെങ്കിലും ആ ബറക്കത്തും പ്രതീക്ഷിച്ച് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? ഇത് അല്ലാഹു സ്വീകരിക്കണം. ഒറ്റക്കുള്ള ദുആയില്ലേ, തഹജ്ജുദിനൊക്കെ ശേഷം നമ്മൾ ചില സമയത്ത് ഒറ്റക്ക് ദ്വാരക്കൂലേ, ആ ദ്വാരക്കുമ്പം പറയണം, പടച്ചോനെ കുറേ അമലൊന്നും എൻ്റെ അടുത്തില്ല, ഇങ്ങനെ വയലിങ്ങനെ വളവളാന്ന് പറയുന്നേ ഉള്ളൂ, ക്ലാസ് ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ കുറേ പോരായ്മകളും ന്യൂനതകളുണ്ട്. എങ്കിലും ഈ ഒരു അമൽ, ഈ പഠിപ്പിച്ചു കൊടുക്കുക, ഈ ഒരു മുഅല്ലിമായി എന്നൊരു അമലുണ്ടല്ലോ, അത് നീ സ്വീകരിക്കണേ അല്ലോ എന്ന് ദുആ ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. കുറച്ച് പ്രയാസമുള്ള കാര്യമാണിത്. 1000 റക്കാത്തുകൾ പതിവായി സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു മഹാൻ മരിക്കാൻ കിടക്കാൻ, അന്നേരം ആ മഹാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കരയുന്നു. കൂടെയുള്ളവർ ചോദിച്ചു, അല്ല 1000 റക്കാത്ത് ദിവസം നിസ്കരിക്കുന്ന നിങ്ങൾ എന്തിനാ മരിക്കാൻ വേണ്ടി പോകുമ്പം കരയുന്നത്? അപ്പോഴാണ് ആ മഹാൻ പറഞ്ഞത്, എന്നെ കരയിപ്പിച്ചത് ഖുർആനിലുള്ള ഒരു ആയത്താണ്. ഏതാ ആയത്തെന്നറിയോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ. ആ ആയത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാണ്. കാരണം ഞാൻ മുത്തഖി അല്ലെങ്കിൽ എൻ്റെ ഈ അമലൊന്നും അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. ഞാൻ മുത്തഖിയാണോ അല്ലയോ എന്ന് ഒരു ഏകദേശ രൂപം നമുക്കെല്ലാവർക്കും തിരിയും. ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നമുക്കും ഏകദേശം തോന്നും ഞാൻ മുത്തഖിയാണോ അല്ലയോ എന്ന്. ചോദ്യം എന്താണെന്നറിയോ? നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാണോ? നിങ്ങൾ ഈ ചോദ്യം കടലാസിൽ എഴുതിയിട്ടില്ലെങ്കിലും ഉസ്താദുമാരെ, ഈ ചോദ്യം നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കണം. അതൊരു വല്ലാത്ത ചോദ്യമാണ്. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാണോ? നമ്മുടെ പരസ്യ ജീവിതം എത്ര മനോഹരമാണ്. ആളുകൾ നമ്മളെ കാണുമ്പോൾ അവർ മനസ്സിലാക്കാണ്, പടച്ചോനെ ദുആക്ക് ഇജാബത്തുള്ളൊരു മനുഷ്യനാണ് അത് എന്ന്. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യന്മാർ പള്ളിയിൽ ഖത്തീബിനോട്, സദർ ഉസ്താദിനോട്, മുഅല്ലിമിനോട് കൈ പിടിച്ചിട്ട് അവർ പറയാണ്, ദ്വാരക്കണേ ഉസ്താദെ, ഇന്നാലിന്ന വിഷമങ്ങളുണ്ട്. അവരെ വിഷമം തീരാൻ, അള്ളാഹിനോട് ദുആ ചെയ്യാൻ അവർ നമ്മളെ ഏൽപ്പിക്കുകയാണ്. കാരണം അവരെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, ഈ ഉസ്താദ് ദ്വാരുന്ന അള്ളാഹു ഉത്തരം തരുമെന്ന്. പക്ഷേ ആ ഉത്തരം തരുമെന്നൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് ഈ ചോദ്യത്തിൻ്റെ മറുപടി നല്ലതാണ്. എൻ്റെ രഹസ്യ ജീവിതമാണോ നല്ലത്, പരസ്യ ജീവിതമാണോ നല്ലത് എന്ന്. ആ ചോദ്യത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നന്നാവണം. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ശംസുൽ ഉലമ വീട്ടിൽ താമസിക്കാൻ ഒരു ഖാദിമും വീട്ടിലുണ്ട്. അങ്ങനെ രാത്രി ആ ഖാദിം എഴുന്നേറ്റപ്പോൾ ശംസുൽ ഉലമ ഖുർആൻ ഓതുന്നതാണ് കണ്ടത്. അന്നേരം ഞാൻ ഖുർആൻ ഓതുന്നത് ഈ ഖാദിമ കണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ശംസുൽ ഉലമ ഐഡിയ മാറ്റി. ശംസുൽ ഉലമ ഖാദിമിനെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ പാരായണത്തിൽ മറവി സംഭവിക്കുന്നുണ്ട്, എൻ്റെ ഹിഫ്ളിൽ മറവി സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ഓതിത്തരാം, നീ ഒന്ന് ശ്രദ്ധിക്കണേ. എന്തിനാ ശംസുൽമ ഇങ്ങനെ പറഞ്ഞെന്നറിയാം? ഇത് നാളെ ചങ്ങായി പ്രസംഗിക്കുമ്പോൾ പറയരുത്, ശംസുൽമ രാത്രിയല്ല ഫുൾ ഇബാദത്താണെന്ന് നാട്ടാരോണ്ട് വിളിച്ചു പറയരുത്. അത് പറയാതിരിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു ആ ഒരു വാക്ക്. ശംസുൽമ പറയാണ്, എൻ്റെ ഹിഫ്ളിൽ എന്തോ കുഴപ്പം വന്നിട്ടുണ്ട്, നോക്കണോ? എന്നിട്ട് ശംസുൽമ ഓതിക്കൊടുത്തു പോലും സൂറത്തുൽ ബഖറ മുഴുവനായി. പക്ഷെ ഒരു പിഴവുമില്ല. ആ ഖാദിമ പറയാണ്, ഇത് പിഴവുണ്ടോയെന്ന് പരിശോധിച്ചതല്ല, ഇത് ഞാൻ നാട്ടുകാരോട് വിളിച്ചു പറയാതിരിക്കാൻ ഒരു ഐഡിയ എടുത്തതാണ് എന്ന്. എത്ര മേൽ രഹസ്യമാക്കിയിട്ടാണ് അവരെ അമൽ ചെയ്ത്. അവർക്ക് പേടിയാണ്, പടച്ചോനെ സ്വീകരിക്കാതെ പോവോ, നഷ്ടപ്പെട്ടു പോവോ, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, സ്വീകരിക്കാതെ പോകുമോ എന്നൊരു പേടി. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഉറപ്പല്ലേ, മരണമുണ്ട്, ഖബറുണ്ട്, മഹ്ശറുണ്ട്, നരകമുണ്ട്, ഉറപ്പല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ചിന്ത പോകുന്നുണ്ടെങ്കിലും മറന്നു പോകുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം നമുക്കറിയാലോ, മരണമുണ്ട്,
പരലോകമുണ്ട്, മഹ്ശറയുണ്ട്, നരകമുണ്ട്, മീസാൻ എന്ന ത്രാസുണ്ട്. അവിടെ നന്മയും തിന്മയും തൂക്കുമ്പോൾ പരസ്യമായി ചെയ്ത നന്മകളും രഹസ്യമായി ചെയ്ത നന്മകളൊക്കെ ഉണ്ട്. ആ രഹസ്യമായി ചെയ്ത നന്മകളുടെ കനം എത്രയാണെന്ന് നമുക്കറിയാം. എൻ്റെ രഹസ്യ ജീവിതം എങ്ങനെയാണ്? നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കാവുന്ന കാര്യമാണ്. എൻ്റെ രഹസ്യ ജീവിതം എങ്ങനെയാണ്? ആ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ ആമലുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഇനി 4 തരത്തിലുള്ള പേടിയാണ് പറഞ്ഞത്. രണ്ടാമത്തെ പേടി എന്താണെന്നറിയോ? ഈ ചെയ്യുന്ന അമലിൽ റിയാ വന്നുപോയോ എന്ന പേടി. റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം, മറ്റുള്ളവരെ കാണാൻ വേണ്ടി ചെയ്യുക എന്നതാണ് ലോകമാന്യം. ഈ അടുത്ത് സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഉസ്താദ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? അത് പള്ളിക്കൊരാവശ്യം വന്നു, ഒരു സാധനം വാങ്ങാനുള്ള ഒരു ആവശ്യം. അപ്പോൾ ഒരു പണക്കാരനെ സമീപിച്ചു നാട്ടിലുള്ള. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്ര പൈസ തരണം. പൈസ ഞാനിവിടെ പറയുന്നില്ല, വലിയ പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, പൈസ ഞാൻ തരാം, പക്ഷെ ഇന്ന് വയൽ നടക്കുമ്പോൾ എന്നെ ആദരിക്കണം. നിങ്ങൾ നോക്കിയ, പൈസ ഞാൻ തരാം പക്ഷെ എന്നെ ആദരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞാൽ ആദരിക്കാം. പ്രസിഡന്റ് അങ്ങനെ ആദരിക്കാനൊന്നും പറ്റൂല, അതിനൊരു ഇത് കാര്യമില്ല. ലാസ്റ്റ് അവർ തമ്മിൽ സംസാരിച്ച് ആദരിക്കാമെന്ന് തീരുമാനിച്ച് പൈസ കയ്യോടെ വാങ്ങി തിരിച്ചു വന്നു. അപ്പോൾ സെക്രട്ടറി പ്രസിഡന്റ് വീണ്ടും സംസാരിച്ച് ആദരിക്കുന്നും വേണ്ട, നമുക്ക് വെറുതെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് മഗ്‌രിബ് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ സ്വതക്കം കൊടുത്ത ചങ്ങാതിൻ്റെ ഒരു സഞ്ചി എടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇവരാകെ ബേജാറായി, പടച്ചോൻ ഇതിപ്പോൾ ആദരിക്കേണ്ടി വരുമല്ല. അവിടെ എത്തിയ ഉടനെ അയാൾ പറഞ്ഞു, ആ പാക്കറ്റ് സെക്രട്ടറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ പറയുന്നു, ഇതെന്നെ അണിയിക്കാനുള്ള ഷാളാന്ന്. അടിപൊളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ വിഷയമാണ് എന്നോട് കമ്മിറ്റിക്കാർ പറയണത്, ഇതെന്നെ അണിയിക്കാനുള്ള ഷാളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സദർ ഉസ്താദായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും. ഈ നാട്ടുകാരുടെ ഒരു പ്രശംസ നമ്മൾ ആഗ്രഹിക്കണ്ട. കാരണം എന്താ അറിയോ? നമുക്ക് വിമർശനം മാത്രമേ ബാക്കിയുണ്ടാവും. എത്ര നല്ല ഇതാലും എല്ലാവരും കാണണമെന്നില്ല. പിന്നെ ഇത് കാണിക്കാൻ വേണ്ടിക്ക് കുറേ ചെയ്യേണ്ടി വരും. അപ്പോഴേക്ക് ഈ അമൽ ഇങ്ങനെ ഇടുന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാണ്ടിരുന്നാൽ മതി, എന്നാൽ ഒരു ടെൻഷനുമില്ല. പ്രതീക്ഷ മുഴുവനും ലിവജ്ഹില്ലാ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായാൽ മതി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു ശത്രു ഒരുപാട് സ്വഹാബികളെ കൊന്നൊടുക്കുന്ന രംഗ കാണുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തൻ്റെ മൂർച്ചയുള്ള വാളെടുത്തിട്ട് ആ ശത്രുവുമായി പടപൊരുതി അവനെ പിടിച്ചു വലിച്ച് താഴെയിട്ട് അവനെ വകവരുത്താൻ വേണ്ടി വാളിങ്ങനെ ഓങ്ങിയപ്പോൾ ആ ശത്രു അലിയാർ തങ്ങളെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ അലിയാർ തങ്ങൾ അയാളൊന്നും ചെയ്തില്ല, മിണ്ടാതെ തിരിച്ചുപോയി. സ്വഹാബികൾ ചോദിച്ചു, അല്ല അലിയെ, ശത്രുവിനെ വകവരുത്താൻ ഒരു അവസരം കിട്ടിയിട്ട് എന്തേ ഒന്നും ചെയ്യാതിരുന്നത്? അന്നേരാണ് അലിയാർ തങ്ങൾ പറഞ്ഞത്, ഞാൻ യുദ്ധത്തിന് വന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഞാൻ അവനെ പിടിച്ചു വലിച്ച് താഴെയിട്ട് വെട്ടാൻ പോയത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അവൻ എൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, പടച്ചോനെ, ഇനി ഞാൻ അവനെ വെട്ടിയാൽ അതെന്നെ തുപ്പിയതിൻ്റെ പേരിലായി പോവോ? ആ ഇഖ്ലാസിൻ്റെ ആഴമൊന്ന് നോക്കിയേ. ഇതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഖലീഫയായ സമയത്ത് ഒരു വിഷയത്തിൽ വിധി പറയേണ്ടി വന്നു. അപ്പോൾ ആ വിധി ഒരാൾക്കെതിരാണ്. പക്ഷെ ആ എതിരായിട്ട് വിധി പറയപ്പെടേണ്ട ആ വ്യക്തി ദേഷ്യം പിടിച്ച് ചീത്ത വിളിച്ചു ഉമർ റളിയല്ലാഹുവിനെ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നിനക്കെതിരെ വിധി പറയുമായിരുന്നു. എന്നൊക്കെ മനസ്സിലായ? നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ ഇപ്പോൾ തന്നെ വിധി പ്രഖ്യാപിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്താ തെറ്റ്, അദ്ദേഹത്തിനെതിരെയാണ് വിധി പ്രഖ്യാപിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ചീത്ത വിളിച്ചപ്പം പറയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം പ്രഖ്യാപിക്കൂല. പ്രഖ്യാപിക്കല്ലേ വേണ്ടത്, പക്ഷെ പ്രഖ്യാപിക്കുന്നില്ല. കാരണം ചോദിച്ചാൽ എന്ത് ഉമർ പ്രഖ്യാപിക്കാത്ത? നിങ്ങൾ മുഖത്ത് തുപ്പിയില്ലേ? അല്ല, നിങ്ങൾ ചീത്ത വിളിച്ചല്ലേ നിങ്ങളെ, അപ്പോൾ ദേഷ്യത്തോട് പ്രഖ്യാപിക്കല്ലേ വേണ്ടത്, പെട്ടെന്ന് തന്നെ അവനക്കുള്ള ശിക്ഷ നടപ്പിലാക്കല്ലേ വേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇപ്പം ശിക്ഷ നടപ്പിലാക്കിയാൽ അതെന്നെ ചീത്ത വിളിച്ചതിൻ്റെ പേരിലായി പോവോ, നീയത്ത് മാറിപ്പോവോ? ആ ഇഖ്ലാസിൻ്റെ ആഴം അത് വലുതാണ്, അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. റിയാ, ലോകമാന്യം. നമുക്ക് ആർക്കെങ്കിലും റിയാ ഉണ്ടോ? ഉണ്ട് എന്നാ? ഇപ്പം എന്നെ കണ്ടിട്ട് ഒരു റിയാ ഉള്ള ആളെ പോലെ തോന്നുന്നുണ്ട? ആന്നാ? അതാരാ പറഞ്ഞേ? സദുർസ്ഥാൻ ഞാൻ നോക്കൂല്ലേ കാര്യം പറഞ്ഞിട്ടാ അങ്ങനെ തോന്നുന്നുണ്ട്. റിയാ ഉള്ള ആളെ പോലെ തോന്നുന്നുണ്ട്.
ഇല്ലല്ലേ? റിയാ ഉണ്ടോ ഇല്ല എന്നതിന് 3 അടയാളങ്ങളുണ്ട്. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് റിയാ ഉണ്ടോ. ഒന്ന്, ആൾക്കൂട്ടത്തിലാവുമ്പോൾ ഉഷാറാക്കിയിട്ട് പ്രവർത്തിക്കും, ഒറ്റക്കാവുമ്പോൾ മടി കാണിക്കും. അലി റളിയല്ലാഹു അൻഹു പറയുന്നു റിയായിന് 3 അടയാളങ്ങളാണ്. ആൾക്കൂട്ടത്തിലാവുമ്പോൾ നന്നായിട്ട് അമല് ചെയ്യും, ഒറ്റക്കാകുമ്പോൾ മടി കാണിക്കാം. നമ്മൾ ഈ ചില ചങ്ങായിമാരൊക്കെ നമ്മൾ തന്നെ ചിലപ്പോൾ ഒറ്റക്കൽ നിസ്കരിക്കുമ്പോൾ വിശാലം നിസ്കരിക്കും ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വളരെ ഫാസ്റ്റായിട്ട് നിസ്കരിക്കും. അങ്ങനെ വേഗം പോയിട്ട് 1-ാമത്തെ റക്അത്ത് ഈ 2-ാമത്തെ റക്അത്ത് ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റഹ്മാനിർ റഹീം. അന്നേരം കാണാം പാവപ്പെട്ട ഏതോ ഒരുത്തൻ വന്നിട്ട് നമ്മളെ ഇമാമാക്കാൻ തോണ്ടും. മാലിക് യൗമിദ്ദീൻ. ഈ നീട്ടലും ഈ മണിക്കലും ഈ സ്റ്റൈലാക്കലും ഇപ്പോൾ എവിടുന്നാ വന്നേ? കാണാൻ ആരല്ലോ ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ്. ആര് കണ്ടാലും കുഴപ്പമില്ല, കേട്ടാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചാൽ മതി. ആൾക്കൂട്ടത്തിലാവുമ്പോൾ ഉഷാറാക്കിയിട്ട് ചെയ്യും, ഒറ്റക്കാവുമ്പോൾ മടി കാണിക്കും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, റിയാവ് ഉണ്ട്. 2-ാമത്തെ അടയാളം, ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ കുറച്ചും കൂടി ഉഷാറാക്കിയിട്ട് ചെയ്യും, അതിനും റിയാ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. 3-ാമത്തെ അടയാളം, ആരെങ്കിലും ഇകഴ്ത്തി പറഞ്ഞാൽ, കളിയാക്കിയാൽ, വിമർശിച്ചാൽ നമ്മൾ പറയും ഇതെന്താ എൻ്റെ പുറക്കേക്ക് കൊണ്ടുപോകാനാ, നിങ്ങൾ നാട്ടാറ് നന്നാവാനല്ലേ, മക്കൾ നന്നാവാനല്ലേ, മതി ഞാൻ എല്ലാം നിർത്തേന്ന്, മതി പോവേന്ന്. റിയാ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. പുകഴ്ത്തിയാൽ കൂടുതൽ ചെയ്യുന്നതും ഇകഴ്ത്തിയാൽ ചെയ്യുന്ന പണി നിർത്തി വെക്കുന്നതൊക്കെ റിയാ ഉണ്ടെന്നതിൻ്റെ അടയാളമാണ്. ഈ ദിക്ർ നമ്മളിങ്ങനെ തസ്ബീഹ് പിടിച്ചിട്ട് ദിക്റുമല്ലോ, ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൊല്ലുന്നത് റിയാ തന്നെ, ഓക്കെ. എന്നാൽ ആരെങ്കിലും കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തസ്ബീഹ് മാലയിലെടുത്ത് പോക്കറ്റിലിടും, ചൊല്ലൽ നിർത്തും, റിയാ ഉണ്ട് എന്നതിൻ്റെ അടയാളം. ആര് കണ്ടാലും പ്രശ്നമില്ല, കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ചിലരൊക്കെ കാണുന്നില്ലേ, ആരെങ്കിലും കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ തസ്ബീഹ് മാലയിലും പോക്കറ്റിലിടുന്നേ, ഞാൻ ദിക്റുന്നത് അവരെ കാണണ്ട, കണ്ടാലും പ്രശ്നമില്ല, കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ആ തരത്തിലേക്ക് എത്തണം. അള്ളാഹുവേ ഞങ്ങളുടെ അമല് നീ സ്വീകരിക്കണേ അല്ലാ. റിയാ ഉണ്ടോ ഇല്ലയോ എന്ന പേടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി മൂന്നാമത്തെ പേടി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഉണ്ടാവേണ്ട 4 പേടിയാണ്. അതിൽ 3-ാമത്തെ പേടി, ഈ ചെയ്യുന്ന പണിയിൽ എന്തെങ്കിലും തെറ്റു വന്നുപോയോ. അതിൻ്റെ നല്ല ഉദാഹരണമാണ് നമ്മളെ തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ നമ്മുടെ സയ്യിദുൽ ഉലമക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര നല്ല ഉദാഹരണം. നമ്മൾ പഠിപ്പിക്കുന്നതിലെ പിഴവ് അത് നമ്മൾ തിരുത്തണം. അത് മക്കളല്ലേ, തിരിച്ചൊന്നും ചോദിക്കൂല എന്ന് കരുതി അങ്ങനെ പോവരുത്. ഒരു ദിവസം 2 ഉസ്താദ്മാർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നു. നമ്മളെ മദ്രസയിലല്ല ചില പാഠപുസ്തകങ്ങൾ ഫറായിദോ അതീതെല്ലാം ഉണ്ടല്ലോ, ഇത് മക്കൾക്ക് തിരിയോന്ന് ഒരു ഉസ്താദ് മറ്റൊരു ഉസ്താദിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേ ഉസ്താദ് മറുപടി മക്കൾക്ക് തിരിയണ്ട, പഠിപ്പിക്കുന്ന ഉസ്താദിനെങ്കിലും തിരിഞ്ഞാൽ മതി എന്ന് വെച്ചാൽ ആ ഒരു അറിവ് നിലനിൽക്കുമല്ലോ. അതിലും കൂടി ഇല്ലെങ്കിൽ ഇതങ്ങ് നഷ്ടപ്പെടുമല്ലോ എന്നതാണ് ആ ഉസ്താദ് പറഞ്ഞ ന്യായം. ഏതായിരുന്നാലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നുപോയോ, ഇനി കുട്ടികളോടുള്ള ഇടപെടലിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പിഴവ് വന്നുപോയാൽ മാപ്പ് ചോദിക്കാനൊന്നും ഒരു മടിയും വേണ്ട. നമ്മളറിയോ, നമ്മളൊക്കെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ അനുയായികളല്ലേ. കണ്ണിയത്ത് ഉസ്താദും ഈ സംഭവം, ഞാൻ ഈ പറയുന്ന സംഭവം എൻ്റെ ഉസ്താദ് പറഞ്ഞതാണ്. ഉസ്താദ് കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യമാണ്. ഉസ്താദ് പ്രായമുള്ള ഉസ്താദാണ്, ജാമിയ അസ്ഹറിയയിലെ പ്രിൻസിപ്പാളാണ്. ഉസ്താദ് അവറുകൾ പറയാണ്, ഒരു ഉച്ച നേരത്ത് പട്ടിക്കാട് കോളേജിൽ കണ്ണിയത്ത് ഉസ്താദും കോട്ടുമല ഉസ്താദും തമ്മിലൊരു മസ്അല ചർച്ച ചെയ്യുന്നു. ഒരു ഫിഖ് മസ്അല ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇതെല്ലാം കുട്ടികളിങ്ങനെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ശിഷ്യനാണ് കോട്ടുമല ഉസ്താദ്. എന്നാലും മസ്അല ചർച്ച ചെയ്യുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ദേഷ്യം പിടിച്ചിട്ടു ഉറക്ക ശബ്ദത്തിൽ വർത്താനം പറഞ്ഞു. ചീത്ത വിളിച്ചെന്നല്ല, ഉറക്ക ശബ്ദത്തിൽ വർത്താനം പറഞ്ഞു. ദേഷ്യം പിടിക്കുമ്പോൾ ശബ്ദം കൂടൂലേ, അങ്ങനെ ശബ്ദം കൂടിയിട്ട് വർത്താനം പറഞ്ഞു മസ്അല ചർച്ച ചെയ്യുമ്പോൾ. ആ സംഭവം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കോട്ടുമല ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞു, മക്കളെ കണ്ണിയത്ത് ഉസ്താദ് ഒരു സംഭവമാണ്. അന്നേരം എൻ്റെ ഉസ്താദ് പറയുന്നവരും ഉസ്താദ് മനസ്സുകൊണ്ട് കരുതി ആ സംഭവമാണ്, ഇന്നലെ ഉച്ചക്ക് നല്ലോണം കിട്ടിയെന്നല്ലേ സംഭവമാണ്, അങ്ങനെ കരുതി പോലും ഉസ്താദ് അങ്ങനെ പറയാം, ഞാൻ അങ്ങനെ കരുതി പോയി. പെട്ടെന്ന് കോട്ടുമല ഉസ്താദ് സാവധാനത്തിൽ പറഞ്ഞു പോലും,
മക്കളെ, ഇന്നലെ ഉച്ചക്ക് നിങ്ങൾ കണ്ടിട്ടില്ല ഒരു മസാല ചർച്ച ചെയ്യുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ശബ്ദത്തിൽ എന്നോട് സംസാരിച്ചത്? എന്നാൽ നിങ്ങളറിയോ, ഇന്നലത്തെ ഈ ചർച്ച കഴിഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ പാതിരാക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരാളെൻ്റെ റൂമിൻ്റെ വാതിൽ മുട്ടുന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ്. ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദെ, ഉറങ്ങിയിട്ടില്ലേ? കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു പോലും, ഉറക്കം കിട്ടുന്നില്ല, നിങ്ങൾ എനിക്ക് മാപ്പ് തരണേ. അവൻ പറഞ്ഞു, എന്തിനാ? അത് ഞാൻ ഉച്ചക്ക് സംസാരിക്കുമ്പോൾ ദേഷ്യത്തിൽ ഒച്ചത്തിൽ പറഞ്ഞു പോയി. ബാക്കിയുള്ള കുട്ടികളെല്ലാം അപ്പുറത്തിപ്പുറത്തെല്ലാം അത് കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കത് വിഷമായി പോയിട്ടുണ്ടാവില്ലേ? നിങ്ങളെയും ശിഷ്യന്മാരല്ലേ അവരൊക്കെ, അവരെ മുന്നിൽ നിന്നല്ലേ ഞാൻ നിങ്ങളോട് ഉറക്കെ സംസാരിച്ചത്. അപ്പോൾ അവർക്ക് അവരെ മുന്നിൽ നിന്നായതുകൊണ്ട് നിങ്ങൾക്ക് വിഷമായിട്ടുണ്ടാവില്ലേ? എനിക്ക് മാപ്പാക്കണേ, എനിക്ക് പുറത്ത് തരണേ. കണ്ണിയത്ത് ഉസ്താദ് ചോദിക്കും. കൂട്ടുമ്പോൾ ഉസ്താദ് പറഞ്ഞു പോലും, ഉസ്താദെ, നിങ്ങളെൻ്റെ ഉസ്താദല്ലേ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യത്തിൽ പറയുന്നതിന് എന്താ കുഴപ്പം? അതൊന്നും പറഞ്ഞാൽ പോരാ, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അത് സാരമില്ല ഉസ്താദ് പോയിട്ട് ഉറങ്ങിക്കോ, നാളെ രാവിലെ പറയാം. അന്നേരം കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നേരത്തെ ഉറങ്ങാൻ കിടന്നതാ, ഉറക്കം കിട്ടുന്നില്ല, നിങ്ങളൊന്ന് മാപ്പാക്കി താന്ന്. കോട്ടുമൽ ഉസ്താദ് പറഞ്ഞു പോലും, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. അത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് കണ്ണിയത്ത് ഉസ്താദ് അന്ന് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പോയത്. നമ്മളിൽ ചെറിയ പിഴവ് സംഭവിച്ചാലും വലിയ പിഴവ് സംഭവിച്ചാലും ഒരു മർക്കട മുഷ്ടിയും വേണ്ട, മനസ്സൊന്ന് വിശാലമായ മതി. സമസ്തൻ്റെ പ്രസിഡൻ്റല്ലേ കണ്ണിയത്ത് ഉസ്താദ്, എത്ര താഴ്മയോടുകൂടി ആ പൊരുത്തപ്പിടിച്ചത്, ഒരു മടി അവർക്കില്ലല്ലോ. ഇതേ കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് ഒരു കുട്ടി, ആ കുട്ടിയൊക്കെ നമുക്കറിയുന്ന വല്ല പണ്ഡിതനാണ്. ആ കുട്ടി ഹദ്ദാദ് ചൊല്ലുമ്പോൾ ഉറക്കെ ചൊല്ലുന്നു. തൊട്ടപ്പുറത്തുനിന്ന് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഹദ്ദാദ് ഉറക്കെ ചൊല്ലുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ശബ്ദം കുറക്ക്, നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി വീണ്ടും ആവേശത്തിൽ ശബ്ദം കൂട്ടിയപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പോയി ചെവി പിടിച്ച് തിരുമ്പി, നല്ലോണം വേദനിപ്പിച്ച്. വർഷങ്ങൾ കഴിഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് ഈ മേഖലയെല്ലാം ഒഴിവാക്കി വേറൊരു മേഖലയിലേക്ക് പോയിരുന്നു. മരക്കച്ചവടത്തിലേക്ക് പോയിരുന്നു. മരക്കച്ചവടം നടത്തുന്ന സമയത്ത് ഈ വിദ്യാർത്ഥിയെ പിന്നീട് കണ്ടു. അന്ന് ആ വിദ്യാർത്ഥി വല്ല പണ്ഡിതനാണ്. ഈ മരക്കച്ചവടം നടത്തുന്ന കണ്ണിയത്ത് ഉസ്താദ് ആ പണ്ഡിതൻ്റെ, അന്നത്തെ വിദ്യാർത്ഥിയായ ഇന്നത്തെ പണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ അരികെ ചെന്നിട്ട് പറഞ്ഞു പോലും, അന്ന് ഞാൻ നിങ്ങളെ ചെവി പിടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് തരണേന്ന്. ഇനെന്താ ഇതിൽ പരം പറയേണ്ടത്? നമ്മളെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണം. പക്ഷെ പലപ്പോഴും നമ്മളെന്താക്കുന്നറിയാം, നേരെ വേറൊരാളിലേക്ക് അത് ചാർത്തി കൊടുക്കും. അതെൻ്റെ കുഴപ്പമല്ല, അവരെ കുഴപ്പമാണ് എന്ന് സമ്മതിക്കാൻ വലിയ പ്രയാസമാണ്. പണ്ട് ഒരു ഭാര്യയും ഭാര്യയോട് ദേഷ്യ. ഭർത്താവ് നേരെ ഡോക്ടറെ അടുത്ത് വന്നു രാവിലെ തന്നെ. എന്നിട്ട് പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കുന്നില്ല, മരുന്ന് കുറിച്ച് തരണമെന്ന്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അതിന് ഭാര്യ കൊടുത്തു. ഇല്ല, ഭാര്യ ഞാൻ പറഞ്ഞ അനുസരിക്കൂല, അയാൾ വീട്ടിലുള്ളത്, നിങ്ങൾ മരുന്ന് തന്നാൽ മതി. ഡോക്ടർ പറഞ്ഞു, മരുന്നെല്ലാം തരണമെങ്കിൽ ഇത് എത്ര ഡിസ്റ്റൻസിൽ, എത്ര അകലത്തിൽ നിന്നാണ് കേൾക്കാത്തതെന്ന് തിരിയണം, എന്നാലേ അതിനനുസരിച്ചുള്ള മരുന്ന് തരാൻ കഴിയും. അതുകൊണ്ട് പോയി പരിശോധിക്കുക എത്ര ദൂരത്തിനാണ് കേൾക്കാത്തത്, എന്നിട്ട് വന്നു. ഈ ഭർത്താവ് നേരെ വീട്ടിലേക്ക് വന്നു. ഭാര്യ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നാസ്ത ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭർത്താവ് ഗേറ്റിൻ്റെ അടുത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഭാര്യ ഇന്നെന്താ നാസ്ത? ഒരു പ്രതികരണവും ഇല്ല. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഇത്രയും ദൂരത്തുനിന്ന് വിളിച്ചിട്ട് കേൾക്കുന്നില്ല, ഇത് ഡോക്ടറോട് പോയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. എന്നിട്ട് വീടിൻ്റെ വാതിൽക്കൽ ചെന്നിട്ട് പോയിട്ട് വിളിച്ചു, ഭാര്യ ഇന്നെന്താ നാസ്ത? അപ്പോഴും പ്രതികരണമൊന്നുമില്ല. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഇത്ര ദൂരത്തുനിന്ന് കേൾക്കുന്നില്ല. പിന്നെ അടുക്കളൻ്റെ വാതിലിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഭാര്യ ഇന്നെന്താ നാസ്ത? അപ്പോഴും ഉണ്ടാട്ടില്ല. പിന്നെ ഇയാൾ നേരെ നാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യൻ്റെ ചെവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഭാര്യ ഇന്നെന്താ നാസ്ത? ഈ പെണ്ണങ്ങ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞ, മനുഷ്യ 5-8 തവണയായാല ഞാൻ പറയുന്നു പുട്ടും കടല ഇങ്ങൾക്ക് തിരിയുന്നില്ലേ എന്ന്. അപ്പോൾ ചെവി കേൾക്കാത്തത് ഭാര്യക്കല്ല, ചെവി കേൾക്കാത്തത് ഭർത്താവിനാണ്. അപ്പം നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പറഞ്ഞത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം നമ്മുടെ കുറവ് പരിശോധിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയല്ല, അവർക്ക് പേടിയാണ്, എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ള പേടിയാണ്. പണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ചില ആളുകൾ വിളിച്ചു പറഞ്ഞിരുന്നു, ഉപ്പുംചാക്കാന്ന് അത്തും ബിത്വാണ്. ഉപ്പുംചാക്കാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാം? കണ്ണിയത്ത് ഉസ്താദ് പ്രായമുള്ള സമയത്ത് ദ്വാരക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് കസേരയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് കൊണ്ടുപോവുക, അതിന് ഉപമിച്ചിട്ടാണ് പറഞ്ഞ ഉപ്പുംചാക്കാന്ന്.
ഇരുത്തിയെടുത്ത് എവിടെയും മാറ്റിയിരുത്തണമെങ്കിൽ എടുത്തുകൊണ്ട് പോകണം, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നിട്ട് പറഞ്ഞു അത്തുംബിത്തുവാണ്. അത്തുംബിത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? അല്ലേ, അത്തുംബിത്തുവാണെന്ന് പറഞ്ഞു. കണ്ണീത്ത് ഉസ്താദ് ഈ വിവരം അറിഞ്ഞു. എന്നെക്കുറിച്ച് ചില ആളുകൾ, അതും എൻ്റെ ശിഷ്യന്മാരൊക്കെ പറയാൻ തുടങ്ങി പോലും. നേരത്തെ പറഞ്ഞെടുത്ത് എത്തിയിട്ടുണ്ട് ഗുരുത്വവും പൊരുത്തവും. അപ്പോൾ പറഞ്ഞു പോലും, ഇതാ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ണീത്ത് ഉസ്താദ് പിന്നെ ചെയ്ത പണി എന്താ അറിയാം? ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് നന്ദി ദാറുസലാമിൽ കാറ് ഇറങ്ങി, എന്നിട്ട് ഹൗലിൻ്റെ അടുത്തേക്ക് വന്നു. അവിടുത്തെ പള്ളിയുടെ ഹൗലിൻ്റെ അടുത്ത് ഒരു മുത്താലിമിനോട് പറഞ്ഞു, ഈ കെ അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചിട്ട് വാ. അന്ന് ഷംസുൽമ അവിടുത്തെ ഉസ്താദാണ്. ഷംസുൽമാനെ വിളിപ്പിച്ചു കൊണ്ടുവന്നു. ഷംസുൽമ വലിയ ബഹുമാനത്തോടെ വന്നു. ആ ഹൗലിൻ്റെ മുന്നിൽ നിന്ന് കണ്ണീത്ത് ഉസ്താദ് പറഞ്ഞു പോലും ഷംസുൽമാനോട് പറയാണ്, ഞാൻ വുളു എടുക്കാൻ, എൻ്റെ വുളു നീ നല്ലോണം ശ്രദ്ധിക്കണം, എൻ്റെ വുളുവിൽ എന്തെങ്കിലും പോരായ്മ വരുന്നുണ്ടോ എന്ന് നോക്കണമെന്ന്. അപ്പോൾ അത്ഭുതത്തോടുകൂടി ഷംസുൽമ നോക്കി നിൽക്കാൻ. കണ്ണീത്ത് ഉസ്താദ് വുളു എടുക്കാൻ, ഒരു സുന്നത്തും നഷ്ടപ്പെടാത്ത വുളു. ആ വുളു പൂർത്തിയായതിന് ശേഷം കണ്ണീത്ത് ഉസ്താദ് ചോദിച്ചു പോലും, എൻ്റെ വുളുവിൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടോ എന്ന്. ഷംസുൽമ പറഞ്ഞു, അയ്യോ ഒരു തെറ്റുമില്ല ഉസ്താദേ, ഒരു കുഴപ്പമില്ല. അപ്പോൾ കണ്ണീത്ത് ഉസ്താദ് പറഞ്ഞു പോലും, പിന്നെന്തിനാ ആളുകൾ എന്നെക്കുറിച്ച് അത്തുംബിത്താണെന്ന് പറയുന്നത്? അത്തുംബിത്തായ ഒരാൾക്ക് ശരിയായ രീതിയിൽ വുളു കൊടുക്കാൻ കഴിയില്ലല്ലോ, എന്തെങ്കിലും തെറ്റു വരൂലേ, പിന്നെ എന്തിനാ എന്നെക്കുറിച്ച് അത്തുംബിത്വമാണെന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ തന്നെക്കുറിച്ച് അത്തുംബിത്വമാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണീത്ത് ഉസ്താദ് ഒരു ആത്മപരിശോധന നടത്താൻ, ആ കുറവെന്നിലുണ്ടോ? ഒരു സദർ എന്ന നിലയിൽ നിങ്ങളൊരു ന്യൂനത വേറൊരു സ്റ്റാഫോ അല്ലെങ്കിൽ നാട്ടുകാരനോ സെക്രട്ടറിയോ പ്രസിഡന്റോ പറഞ്ഞാൽ ആദ്യം തർക്കിക്കാൻ നിൽക്കരുത്. ആദ്യം ആ കുറവ് എന്നിലുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തെറ്റു വന്നു പോകുമോ എന്ന പേടി നമുക്കുണ്ടാവണം. നാലാമത്തെ പേടി, തൗഫീഖ് നഷ്ടപ്പെടുമോ. ഈ ചെയ്യുന്ന നന്മയില്ലേ, ആ നന്മ തുടരാനുള്ള തൗഫീഖ് നഷ്ടപ്പെടുമോ എന്ന പേടി വേണം. നമ്മൾ ചെയ്യുന്ന നന്മ ഏതാ? മുഅല്ലിമായി എന്നതാണ്. ഇത് ഒഴിവാക്കേണ്ടി വരുവാ? എത്ര മനുഷ്യന്മാരുണ്ടല്ലേ ഇതെല്ലാം ഒഴിവാക്കി വേറെ ലോകത്തേക്ക് പോകുന്ന, ജീവിതത്തിൻ്റെ പ്രയാസം കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും അങ്ങനെയൊന്നും പോകേണ്ടി വരുന്നൊരവസ്ഥ അള്ളാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. ഇതേ അവസ്ഥയിൽ ജീവിക്കണം, ഇതേ അവസ്ഥയിൽ മരിക്കണം. അവസാനമായി ഈ സദസ്സിനോട് പറയാൻ, നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ മക്കൾ വരും. ആ മക്കളെ മുന്നിൽ നമ്മൾ എന്താവണം എന്നറിയാം? നമ്മുടെ മുന്നിൽ ഈ മക്കൾ കഞ്ചാവടിച്ച് റോഡിൽ കിടക്കുന്നൊരു കാഴ്ച കാണേണ്ടി വരരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന സമയം എപ്പോഴാണ്? നമ്മൾ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി ഏതെങ്കിലും നല്ലൊരു പൊസിഷനിലെത്തുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ശരിയോ തെറ്റോ? ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും നിൽക്കുന്ന സമയത്ത് അന്ന് വലിയൊരു പ്രഗത്ഭനായിട്ട് വരുന്നത് നമ്മൾ പഠിപ്പിച്ച മോനായിരിക്കും. അപ്പം നമ്മൾ പറയൂ, എൻ്റെ മോൻ ഞാൻ പഠിപ്പിച്ചതാന്നൊക്കെ പറയും, ഇത്ര സന്തോഷത്തിലാണ് പറയാം. എന്നാൽ നമ്മൾ പഠിപ്പിച്ചൊരു മോൻ കള്ളു കുടിച്ച് റോഡിൽ കിടക്കുന്ന കാഴ്ച കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു കാക്കട്ടെ. ഒരു മദ്രസയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ സദർ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇവർക്കാണ് ക്ലാസ് എടുക്കേണ്ടത്. നോക്കിയപ്പോൾ 9 ആൺകുട്ടികളാണ് ഉള്ളത്. ഞാൻ സദർ ഉസ്താദിനോട് ചോദിച്ചു, 9 ആൺകുട്ടികൾക്കാണോ ക്ലാസ് എടുക്കേണ്ടത്? വേറെയും കുറേ കുട്ടികളുണ്ട്, അവരെയൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഈ 9 ആൺകുട്ടികളും കഞ്ചാവാണ്. ഞാനാകെ അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്നു. ഒരു മദ്രസയിൽ 9 ആൺകുട്ടികൾ. ഞാൻ സദർ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളെന്താ അങ്ങനെ പറയാൻ കാരണം? തമാശക്ക് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അല്ല ഉസ്താദെ, ഒറിജിനൽ കഞ്ചാവ് അടിമകളായി മാറിയിട്ടുണ്ട്. എന്നിട്ട് ആ ഉസ്താദ് പറയാണ്, ഈ 9 ആൺകുട്ടികളിൽ അതിൽ ചെറിയ മെഡിറ്റേഷനൊക്കെ കൊടുത്തു. ക്ലാസ്സിൽ നിന്ന് മനസ്സിലായതും കൂടി ആയൊരു കാര്യം ഇങ്ങനെയാണ്. 9 ആൺകുട്ടികളിൽ ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അവൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തലശ്ശേരി ഭാഗത്തുള്ള ഒരാൾ കഞ്ചാവ് കൊടുത്തു. ആദ്യം അവനത് ഒരു കൗതുകത്തിന് വേണ്ടി ഉപയോഗിച്ചു. പിന്നെ അതിന് അഡിക്റ്റായി. പിന്നെ അത് വാങ്ങാൻ കാശില്ലാതിരുന്നപ്പോൾ ആ തലശ്ശേരിക്കാരൻ പറഞ്ഞു കൊടുത്തതാന്ന് പോലും, നീ നിൻ്റെ കൂട്ടുകാർക്ക് ഇത് വിൽപ്പന നടത്തിയ നല്ല പൈസ കിട്ടും. അങ്ങനെ സ്കൂളിൽ മാത്രമല്ല മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവൻ വിതരണം ചെയ്യാൻ തുടങ്ങി. രഹസ്യമായി മാസങ്ങളായി കഞ്ചാവ് ഉപയോഗിക്കുന്നു. ആ സദർ ഉസ്താദ് അത് അറിഞ്ഞു. വളരെ തന്ത്രപരമായി ഉസ്താദ് ഇടപെട്ടു, സിസ്റ്റമാറ്റിക്കലായിട്ട് തന്നെ ഇടപെട്ടു. ആ 9 ആൺകുട്ടികളെയും കഞ്ചാവിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ ആ സംഭവം ഞാനും ആ ഉസ്താദും അല്ലാതെ പിന്നെ അവിടുത്തെ മൂല്യങ്ങൾക്ക് 1-2 അറിയാമെന്നല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഞാൻ ആ സദർ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ കമ്മിറ്റിക്കാരോട് ഈ വിഷയം പറയണ്ടേന്ന്. അപ്പോൾ ആ സദർ ഉസ്താദ് എന്നോട് പറഞ്ഞ മറുപടി, കമ്മിറ്റിക്കാരോടാ
അതെങ്ങാനും ഞാൻ പറഞ്ഞു പോയാൽ പിന്നെ ഈ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഇത് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം തിരിയും, മൊത്തം മനസ്സിലാവും. പിന്നെ നാട്ടുകാർ പിന്നെ നോക്കിയിട്ട് പറയും ആ കഞ്ചാവ് പോന്നാണ്. എന്തിനാ ചെറിയ മോനെ ഇടങ്ങാറാക്കണത്, നമുക്ക് ഈ ആരും അറിയാതെ തന്നെ അത് തീർക്കാമല്ലോ എന്ന്. എത്ര തന്ത്രപരമായിട്ടാണ് ഉസ്താദ് ഇടപെട്ടതെന്നറിയോ? ആ 9 ആൺകുട്ടികളെയും ആ സദർ ഉസ്താദിൻ്റെ ഇടപെടലുകളിലൂടെ ആ കഞ്ചാവിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇത് എങ്ങനെ ഇടപെടാമെന്ന് ചോദിച്ചാൽ വലിയ പ്രസംഗമൊന്നും നടത്തണ്ട. നിങ്ങൾ കഞ്ചാവിനെതിരെ എത്ര വയല് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം കേൾക്കേണ്ട സദസ്സിലുണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളല്ല, നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അങ്ങനെ തോന്നുന്ന ചെറുപ്പക്കാരുണ്ടാവും, അവരെ നേരിട്ട് കാണാം, അവരെ സമീപിക്കുക, സംസാരിക്കുക, അവരെ ചങ്ങാതിമാരാക്കുക. അല്ലാത്ത കാലത്തോളം അവരെ മാറ്റാൻ നമ്മളെ കൊണ്ടാവില്ല. നമ്മൾ അവരുടെ ആളായി മാറാം. എന്ന് വെച്ചാൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അവരെ ആളായി മാറാം, നമ്മളെ സ്വഭാവം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും കഴിയും. പ്രത്യേകിച്ച് ഒരു സദർ ഉസ്താദാകുമ്പോൾ എന്തായാലും കഴിയും. നിങ്ങൾ പഠിപ്പിച്ച മക്കൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ പ്രണയം അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു മോൾ ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ ആ മോളോട് ചോദിച്ചു, +2 പഠിക്കുന്ന മോളാണ്, എന്തേ മോളെ കരയണത്? ആ മോള് പറയാൻ, ഈ ക്ലാസ് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ 5 ആണുങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന്. നമ്മുടെ മുന്നിലിരിക്കുന്ന പല മക്കളും പല പ്രയാസത്തിലാണുള്ളത്. നമ്മളതൊന്ന് അറിഞ്ഞാൽ നന്നാവും. സദർ ഉസ്താദാവുമ്പോൾ നിരീക്ഷണ പാഠവം നന്നായിട്ട് വേണം. അവനവൻ്റെ മുന്നിലുള്ള അവനവൻ്റെ മറ്റു ക്ലാസ്സുകളിലുള്ള കുട്ടികൾ ഏത് മാനസികാവസ്ഥയിലാണ് ഉള്ളത് എന്നറിഞ്ഞാൽ നമുക്ക് നന്നാണ്. എത്രയോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ടാവും. ഒരു മദ്രസയിൽ വരുന്നൊരു മോള്, 10 വയസ്സാണ് ആ മോക്ക്. ആ മോള് നന്നായിട്ട് മുടിയിലിങ്ങനെ കാണാത്ത രീതിയിൽ തലമറക്കും. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ തലയിൽ മുടിയില്ല. മറ്റു കുട്ടികൾ ഇവരെ കളിയാക്കും. അപ്പോൾ അത് അനുഭവിക്കുന്ന വിഷമത്തിലായിരിക്കും. അതൊരു മോള്, 10 വയസ്സുള്ളൊരു മോള് എത്ര വിഷമത്തിലായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നിട്ട് ഒരു ദിവസം ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ 2ാമത്തെ മകൾക്ക് ഇങ്ങനെ വിഷയമുണ്ട്, ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 1ാമത്തെ കുട്ടിക്കും ഇതേ അവസ്ഥയാണോ, തലയിൽ മുടിയില്ലാത്ത അവസ്ഥയാണോ? അപ്പം പറഞ്ഞത് 1ാമത്തെ മോള് ഒരു പെൺകുട്ടിയാണ്, 9ാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്ന്. 9ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആ ഉമ്മ കുറേ സങ്കടത്തിൻ്റെ കഥ പറയാണ്. ആ വീട് മുഴുവനും പ്രയാസങ്ങളാണ്. പക്ഷേ നമുക്കൊന്ന് അറിയാൻ കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസം നൽകാൻ നമ്മളെ കൊണ്ടാവും. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും ഓരോ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഓരോരുത്തരും ഓരോ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ചില രോഗികളായ വിദ്യാർത്ഥികളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇപ്പം എൻ്റെ അയൽവക്കത്ത് ഒരു ഉപ്പയും ഉമ്മയും, അവർക്ക് 3 മക്കളാണ്. അതിൽ 15 വയസ്സുള്ള ഷാഹിദ് എന്ന മോൻ SBVയിലെല്ലാം പ്രവർത്തിച്ച മോനാണ്. ആ മോന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടുന്ന് മരണപ്പെട്ടു. ആ മരണപ്പെടുന്നതിൻ്റെ തലേന്ന് ഈ മോനെ കാണാൻ ICUവിലേക്ക് ഈ ഉമ്മ പോയിരുന്നു. ഉമ്മ ചോദിച്ചു, വർത്താനം പറഞ്ഞതിന് ശേഷം ഉമ്മ അവിടുന്ന് വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആ ICUവിൽ കിടക്കുന്ന മോനെ ഈ ഉമ്മാനോട് പറയുന്ന പോലും, ഉമ്മ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉമ്മ എനിക്ക് സാധിപ്പിച്ച് തരുമെന്ന്. അപ്പം ചോദിച്ചാൽ എന്താണ്? ഉമ്മ എനിക്കൊരു മുത്തം തരുമോന്ന്. ഈ ഉമ്മ മുത്തം കൊടുത്തു. ഉമ്മക്കറിയില്ലല്ലോ ഇത് നാളെ മരിക്കുന്ന മോൻ്റെ വാക്കാണ്. ഉമ്മ നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേന്ന് രാവിലെ, ഞായറാഴ്ച രാവിലെ ഈ കുഞ്ഞു മരിച്ചു. ഈ വിവരം വീട്ടിൽ വന്നിട്ട് ഈ ഉമ്മാനോട് പറഞ്ഞു, എൻ്റെ മോൻ മരിച്ചു എന്ന്. അന്നേരം ആ ഉമ്മ പറയാണ് അൽഹംദുലില്ലാ. പിന്നെ അൽഹംദുലില്ലാ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങന്മാരൊക്കെ ഈ ഉമ്മാനെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി, നിങ്ങൾ എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്, ഇത് അൽഹംദുലില്ലാ പറയേണ്ട സമയമല്ലല്ലോ. അപ്പോൾ ആ ഉമ്മ പറയാണ്, എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ബേജാറാകുന്നത് ഞാൻ കരഞ്ഞാൽ മരിച്ച മയ്യത്തിന് എന്തെങ്കിലും വിഷമായി പോകുമോ, അതുകൊണ്ടാണ് കരയാത്തത്. കരയാതിരിക്കാൻ ഒരു ഹിമ്മത്ത് കിട്ടണ്ടേ, അതിനാ അൽഹംദുലില്ലാ പറയണത്. അപ്പോൾ ഒരു ഉമ്മാൻ്റെ സ്നേഹം. എന്നിട്ട് ആ മകൻ മരിച്ചു. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഈ ഉപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞ്. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഷാഹിദിന് അള്ളാഹു സ്വർഗം കൊടുക്കും. അന്നേരം ആ ഉപ്പ പറയാണ്, ഷാഹിദിന് വേണ്ടിയല്ല, അവൻ്റെ അനുജനുണ്ട്, അവനും ഇതേ അസുഖം വന്നിട്ടാണുള്ളത്. ആ മകൻ 5-6 മാസം കഴിഞ്ഞപ്പോൾ ആ മകനും മരണപ്പെട്ടു. 2 ആൺമക്കൾ 2 ആളും മരിച്ചു. പിന്നുള്ളത് 3ാമത്തെ ഒരു പെണ്ണാണ്.
ആ പെൺകുട്ടിയെക്കുറിച്ചും ഈ അടുത്ത് ആ ഉപ്പ വന്നിട്ട് പറഞ്ഞു, മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മോള് വന്നിട്ട് ഉപ്പാനോട് പറയുന്ന പോലെ, ഉപ്പ നെഞ്ചു വേദനിക്കുന്നു എന്ന്. പരിശോധിച്ചപ്പോൾ, ചെക്കപ്പ് നടത്തിയപ്പോൾ, ഡോക്ടറെ കാണിച്ചപ്പോൾ മനസ്സിലായത് 2 ആൺമക്കൾ മരിക്കാൻ എന്ത് കാരണമാണോ അതേ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റാണ് ഈ കുട്ടിക്കും ബാധിച്ചിട്ടുള്ളത് എന്ന്. ഇതേപോലെ നമ്മുടെ മദ്രസയിൽ, നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നമ്മുടെ മക്കൾ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെയും വേദനകളിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്ന് ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ വേണ്ട വിധത്തിൽ വളർത്താനും ഉയർത്താനും സന്തോഷിപ്പിക്കാനും നമുക്ക് കഴിയും. അല്ലാഹുവേ, നമ്മുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. നമ്മുടെ കൺമുന്നിലിരുന്ന് വർഷങ്ങളോളം പഠിച്ച നമ്മുടെ മക്കൾ, അവർ വഴിതെറ്റേണ്ടി വരുന്ന രംഗങ്ങൾ കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്ന ഒരവസ്ഥ വരുത്തല്ല അല്ലാ. സദുർസ്താദ് എന്ന നിലയിൽ നമുക്കിനിയും ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ടാകും, ചെയ്യാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്ന സമയം 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ ഇവിടെ ആവുകയാണ്. അതുകൊണ്ട് തന്നെ സമയം 1 മണിക്കൂർ ആയതുകൊണ്ടും ഉച്ചനേരം ആയതുകൊണ്ടും ക്ലാസ് ഇവിടെ ഒരു പാതി വഴിയിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ വിശാലമായി പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഈ ഉച്ചനേരത്ത് പിരിയുമ്പോൾ ഒരു പാട്ടും പാടിയിട്ട് പിരിയാം. കുഴപ്പമുണ്ടോ? ഈ പാട്ട് വെറുതെ ഇവിടുന്ന് രസത്തിന് പാടുന്നതല്ല, നമുക്ക് മദ്രസയിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം പാടിക്കൊടുക്കാം. സദർ ഉസ്താദിൻ്റെ ഒരു പാട്ടായി നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പാടാനും കഴിയും. നിങ്ങൾ പാടൂലേ? നിങ്ങൾ സദർ ഉസ്താദായിട്ട് ഇരിക്കോ? സദർ ഉസ്താദായിട്ട് ഇവിടെ ഇരിക്കോ? ഇല്ല. കുട്ടികളായിട്ട് ഇരിക്കൂലേ? ഇരിക്കോ? എന്നാൽ കുട്ടികളെല്ലാം പറഞ്ഞനുസരിക്കൂലേ? അനുസരിക്കോ? എന്നെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കോ? അനുസരിക്കൂ. മുത്ത് നബിക്കല്ലാഹു കൊടുത്ത മക്കളെ പേരുകളറിയില്ലേ? നമ്മളൊരു പാട്ട് പാടിക്കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് മരണം വരെ ഉപകരിക്കുന്ന പാട്ടായി കഴിഞ്ഞാൽ അതവിടെ മനസ്സിലുണ്ടാവും, എഫക്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 7 മക്കളുടെ പേരാണ്. ഒരുമിച്ച് പാടണേ. മുത്ത് നബിക്കല്ലാഹു കൊടുത്ത മക്കളെ പേരുകളറിയില്ലേ? ഒന്ന് പാടിയേ. മുത്ത് നബിക്കല്ലാഹു കൊടുത്ത മക്കളെ പേരുകളറിയില്ലേ? കാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ്, ഉമ്മു കുൽസൂം. എത്ര മക്കളായി? 7. 7 നിങ്ങളൊന്നും കൂടി തന്നെ. കാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ്. 7 6 ആയിട്ടുള്ളൂ. എന്നാ പാടിക്കോ. കാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ്, ഉമ്മു കുൽസൂം. മുത്ത് ഖദീജത്താണീ മക്കളെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് ഈ മക്കളുടെ പൊന്നുമ്മ എന്നറിയില്ലേ? പൊന്നുമ്മ. മുത്ത് ഖദീജത്താണീ മക്കളെ പൊന്നുമ്മ എന്നറിയില്ലേ? ഇബ്രാഹിം എന്നൊരു മോൻ മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നല്ലേ? ഇബ്രാഹിം എന്ന മോൻ മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നാണ്. ഇതാണ് പാട്ട്. ഇനി നമുക്കൊന്ന് ഒരുമിച്ച് ഉഷാറിൽ പാടിക്കൂടെ? നല്ല അടിപൊളിയായിട്ട് പാടിക്കൂടെ? സൗണ്ട് ഉണ്ടാവൂലേ? ശബ്ദത്തിൽ പാടൂലേ? വിഷമമുണ്ടോ ഇങ്ങനെ പറയുന്നതിന്? ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കുന്ന ഈ നേരം ഈ പാട്ടും പാടിയിട്ട് അവസാനിപ്പിക്കാം. മുത്ത് നബിക്കല്ലാഹു കൊടുത്ത മക്കളെ പേരുകളറിയില്ലേ? കാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ്, ഉമ്മു കുൽസൂം. മുത്ത് ഖദീജത്താണീ മക്കളെ പൊന്നുമ്മ എന്നറിയില്ലേ? ഇബ്രാഹിം എന്നൊരു മോൻ മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നല്ല മുഅല്ലിമായി
ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ കാരണം ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.